ബഹുമാനപ്പെട്ട LDF-ന്റെ പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തോടാണല്ലോ. അദ്ദേഹത്തോടാണ് ഉള്ളത്. 10 കൊല്ലം കേരളം നശിപ്പിച്ച പിന്നെ ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കണ്ടാവൂലേ? അത് ചോദിക്കട്ടെ. അവർക്ക് ചോദിക്കാനും അവിടെ രണ്ടുമില്ല. നിങ്ങളുടെ സർക്കാരല്ലേ ഭരിച്ചത്, അപ്പൊ നിങ്ങളോടല്ലേ ചോദിക്കേണ്ടേ? 2016 മാർച്ച് 31 29 ബാറുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ മദ്യശാലകളല്ല അടച്ചുപൂട്ടിയ സ്കൂളുകളാണ് ഞങ്ങൾ തുറക്കുന്നത് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ 850ഓളം ബാറുകളാണ് ഇന്ന് കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. എന്താണ് LDF-ന്റെ മദ്യനയം? ഒരു ചോദ്യം കൂടി ഉണ്ട്. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത്? എല്ലാ ജനസഭയിലും ബഹുമാനപ്പെട്ട അവതാരകൻ 2 നല്ല ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിന് നമുക്ക് കാച്ചിക്കുറുക്കിയ മറുപടി വേണം. ഇടതുപക്ഷത്തിന്റെ മദ്യനയം പെട്ടിക്കട പോലെ അതെ, അത് നിങ്ങളൊന്ന് ഒരു മിനിറ്റ് അവതാരകനെങ്കിലും മറുപടി പറയാൻ സമ്മതിക്കണം. അവതാരകൻ ജനൻ ടിവിയുടെ പ്രേക്ഷകരായിട്ട് വന്നിട്ടുള്ളവർ ബഹുമാനിയായിട്ടുള്ള ഒരു കലാകാരിയെ വെച്ചിട്ടാണ് ഇവർ ഈ പരസ്യം ചെയ്തത്. അതും കൂടി വടക്കാഞ്ചേരിക്ക് ദോഷമുണ്ട്. വടക്കാഞ്ചേരിയെ നാണക്കേടാക്കിയത് ഇവരുടെ നാണംകെട്ട പരസ്യമാണ്. ആ പരസ്യം ചെയ്യിച്ചത് ഒരു ബഹുമാനിയായ കലാകാരിയെ മറുപടി പറയാൻ സമയം തന്നാലാണ് വസ്തുതാപരമായി മറുപടി പറയാൻ കഴിയുക. കൂടുതലുള്ളത് BJP അനുഭാവികളായതുകൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് മറുപടി എന്നിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ചോദ്യം 2 ചോദ്യമാണ്. വളരെ നല്ല ചോദ്യമാണ്. എനിക്ക് മറുപടി പറയാനുണ്ട്. മദ്യം നിരോധിച്ച ഗുജറാത്തിൽ 60 വർഷം 100 പേരാണ് 2022 ഉപയോഗം കേരളത്തിലാണ്. വരുമാനത്തെക്കാൾ കൂടുതൽ കിട്ടുന്ന ആന്ധ്രയിലാണ്, അത് ഉത്തർപ്രദേശിലാണ്. ഇവിടെ മദ്യം കുറയുകയാണ്, മദ്യത്തിന്റെ ഉപയോഗം കുറയുകയാണ്. പന്ത്രണ്ട് മണി വരെ ബാറുകളുടെ സമയം നീട്ടിക്കൊടുക്കുകയും ചെയ്തു. ബാറിനെ കുറിച്ച് പറയുമ്പോൾ എത്ര കോടികൾ വാങ്ങി? ടൂറിസത്തിന്റെ ഭാഗമായി എവിടെയെങ്കിലും കൊല്ലമായിട്ട് ഒരാള് പോലും ഒരു വിഷമദ്യം കുടിച്ച് മരിക്കാത്തതാണ് ഈ കേരളം. ഈ കേരളത്തില് മദ്യത്തിന്റെ ഉപഭോഗം കുറയുകയാണ് എന്ന് നിയമസഭയ്ക്കകത്ത് മന്ത്രി കൊടുത്ത മറുപടിയുണ്ട്. ബാലഗോപാലിന്റെ മറുപടി ഇപ്പോ പബ്ലിക് ഡൊമിനിലുണ്ട്. നിങ്ങൾ അതെടുത്തൊന്ന് പരിശോധിക്കുക. സഭാ TV എടുത്ത് പരിശോധിക്കുക. കർണാടകത്തിൽ കേരളത്തേക്കാൾ കൂടുതൽ 23.5% മാത്രം മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. ഇവിടെ മനസ്സിലാക്കണം. ഇവിടെ പിന്നെ അടുത്ത ചോദ്യം ഇത് ഞാൻ നേരത്തെ അമേരിക്കയിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ലോകം കേരളത്തെ നോക്കുന്നത് ഓഫീസിൽ നിന്ന് പഠിച്ച ചോദ്യമല്ല, വസ്തുതയായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ വരിക മറുപടി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എഴുതി വെച്ചിട്ട് കാര്യാലയത്തിൽ പോയിട്ട് പറയണം ഇവിടെ ഇങ്ങനെ ചില രേഖകളൊക്കെ ഉയർത്തി കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ 3.5 കോടി ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ്. ജനങ്ങൾ അത് നരേന്ദ്രമോദി ആണെങ്കിലും ഈ രാജ്യത്തെ ഏത് ഭരണാധികാരിയാണെങ്കിലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏത് ചികിത്സയും കൊടുക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കൂടി പറയാം, ചരിത്രം വായിക്കുന്ന ആളാണെങ്കിൽ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരകാലത്ത് ഇദ്ദേഹം പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഗാന്ധിജി നെഹ്റുവിന്റെ ഭാര്യയ്ക്ക് അസുഖം ബാധിച്ചു
മനസ്സിലാക്കണം. Foolish. കാരണം ചരിത്രം മണ്ടത്തരം. കേൾക്കുമ്പോൾ ഇവർക്ക് അസ്വസ്ഥപ്പെടും. കാരണം ഇവരുടെ മണ്ടത്തരം. സിമ്പിൾ ആയിട്ട് മറുപടി പറയാലോ. ചരിത്രം എന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അനിൽ നമ്പ്യാരെ ഇറാനോട് അമേരിക്ക ചെയ്ത നീതികേട് കൃത്യമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി ചികിത്സ നിർത്തണം എന്റെ ആവശ്യമാണ്. ഇറാനോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകരുത്. നമ്മൾ നിർബന്ധിക്കണം. എവിടെ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അമേരിക്കൻ സാമ്രാജ്യത്വമല്ലേ? കത്ത് വായിച്ച ഗാന്ധിജി പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി പറഞ്ഞു, മിസ്റ്റർ നെഹ്റു, നിങ്ങളുടെ ഭാര്യ ഈ രാജ്യത്തിന്റെ കോൺഗ്രസിന്റെ നേതാവിന്റെ ഭാര്യയാണ്, നിങ്ങൾ കൊണ്ടുപോയി ചികിത്സ കൊടുക്കൂ എന്ന് പറഞ്ഞു. രാജ്യത്തിന്റെ നേതാക്കന്മാർ എവിടെ കിട്ടുമോ കൊണ്ടുപോയി കൊടുക്കും എന്ന് കരുതി 1 കോടി ഇനാം പ്രഖ്യാപിച്ചവർക്ക് പിണറായി വിജയന്റെ ഉല്ലാസ് ബാബു, പിണറായി വിജയന്റെ തലക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചവരാ. മുഖ്യമന്ത്രി അല്ലെങ്കിൽ പണമെടുത്ത് അദ്ദേഹത്തെ ലോകത്തെവിടെ ചികിത്സിച്ചാണെങ്കിലും ഞങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. അമേരിക്കൻ സാമ്രാജ്യത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. പോളണ്ടിനെ കുറിച്ച് ശരി കേരളത്തിലെ നിയമം അനുസരിച്ച് കിട്ടുന്ന ചികിത്സ ഞങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര 10 രൂപ മുടക്കി നിങ്ങളിപ്പോ അമേരിക്കയെ കുറിച്ച് ട്രംപിനെ കുറിച്ച് ചോദിക്കും.